കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരപിബതമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യകാദീ. ഇനി നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, ഈ ഒരു 7ാമത്തെ ശ്ലോകം എന്ന് പറയുന്ന രാജസഗതിയുടെ നിരൂപണമാണ്. അഥവാ ഒരു സൃഷ്ടിയുടെ, നമുക്കറിയാം എല്ലാ സൃഷ്ടി പ്രക്രിയയും രാജസമാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സൃഷ്ടി പ്രക്രിയയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ആ സൃഷ്ടിക്കപ്പെടുന്ന ഓരോ ജീവൻ്റെയും സൃഷ്ടിയിലൂടെ കടന്നു പോകുമ്പോഴത്തെ അവസ്ഥയും അതിനുശേഷം ആ സൃഷ്ടി എങ്ങനെയാണ് ആ മോക്ഷപദത്തിൽ നിന്നും അകന്നു പോകുന്നത് എന്ന് ഒന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. യുവതി ജഠര ഖിന്നോ ജാതബോധോപ്യകാണ്ഡേ. ഇവിടെ യുവതി ജഠര ഖിന്നഃ ജാതബോധഃ അപി അകാണ്ഡേ. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് യുവതി ജഠര ഖിന്നോ ജാതബോധോപ്യകാണ്ഡേ. നമുക്കിനിയും ഓരോരോ പദങ്ങളായിട്ട് അർത്ഥം നോക്കാം. യുവതി ജഠര ഖിന്നഃ. യുവതി എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മ എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം സൃഷ്ടിയുടെ തുടക്കം അമ്മയുടെ ഉദരത്തിൽ നിന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. യുവതി ജഠര, അമ്മയുടെ ഗർഭപാത്രത്തിൽ, ഖിന്നഃ, ഖിന്ന എന്ന് പറഞ്ഞാൽ കിടന്ന് ദുഃഖിക്കുമ്പോൾ. ഇവിടെ അമ്മയുടെ ഗർഭത്തിൽ കിടന്ന് ദുഃഖിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ ദുഃഖങ്ങൾ എന്നുള്ളത് വളരെ വിശദമായിട്ടൊരു സൃഷ്ടിയുടെ ഒരു ജീവൻ എങ്ങനെയാണ് ഓരോരോ ഘട്ടത്തിലും അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ശ്ലോകം കുറച്ചുകൂടി അർത്ഥം നോക്കിയിട്ട് അത് പറയാം. അങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ദുഃഖിക്കുമ്പോൾ ജാതബോധ, ആ ദുഃഖത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ തന്നെ ജാതബോധ, ജാത എന്നാൽ ഉണ്ടായി, ഉണ്ടാകുന്നു, ബോധ എന്താ ജ്ഞാനമുണ്ടായി, അപി എങ്കിലും. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ആ ശരിയായ ജ്ഞാനം കിട്ടുന്നുണ്ട് എങ്കിലും അകാണ്ഡേ, അവിടെ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ പ്രസവഗളിതബോധ, പ്രസവ സമയത്ത് ഗളിതബോധ, ആ ബോധം, ആ ജ്ഞാനം നഷ്ടപ്പെട്ടിട്ട് പീഡയോല്ലംഘ്യ, പീഡയ ഉല്ലംഘ്യ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പീഡയോല്ലംഘ്യ. പീഡയ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകളിലൂടെ, ഉല്ലംഘ്യ എന്ന് പറഞ്ഞാൽ കടന്നിട്ട്, തരണം ചെയ്തിട്ട്, കഷ്ടപ്പാടുകളിലൂടെ കടന്നിട്ട് അത് തരണം ചെയ്തിട്ട് എന്താ ബാല്യം. അപ്പം ബാല്യാവസ്ഥയിൽ ധാരാളം കഷ്ടപ്പാടുകളുണ്ട്. അതിലൂടെയൊക്കെ ഇല്ല, എല്ലാവരുടെയും കയ്യിൽ നിന്ന് അടിവാങ്ങിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കുട്ടികൾ, വഴക്ക് കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെ കുട്ടികൾ ആ ഒരു ബാല്യം കടന്നിട്ട് പുനരപി, പുനഃ അപി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പുനരപി എന്ന് പറഞ്ഞാൽ വീണ്ടും. ബത, ബത എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ. അതായത് ആ ഒരു ജീവൻ്റെ ഗതി, ആ പ്രയാണമാണ് പറയുന്നത്. വീണ്ടും കഷ്ടം തന്നെ. കാരണം താരുണ്യകാലേ, അല്ല മുഹ്യതി, മുഹ്യത്യേവ, മുഹ്യതി ഏവ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മുഹ്യത്യേവ. മുഹ്യതി എന്ന് പറഞ്ഞാൽ മോഹിക്കുന്നു, വീണ്ടും മോഹിക്കുന്നു. ഏവ എന്ന് പറഞ്ഞാൽ തന്നെ. എപ്പോൾ? താരുണ്യകാലേ, യൗവനകാലത്ത് വീണ്ടും മോഹിക്കുക തന്നെ ചെയ്യുന്നു. അതായത് ഈ
മായയിൽ, മോഹം എന്ന് പറയുന്ന മായയാണ്, പലതരത്തിലുള്ള ഭൗതിക വിഷയങ്ങളിൽ മോഹിച്ച് കഴിയുന്നു. അത് വളരെ കഷ്ടം തന്നെയാണ്. ഇത് വളരെ ചുരുക്കി ഈ ഒരു ശ്ലോകത്തിൽ ആ ഒരു ഗതി, ജീവൻ്റെ പ്രയാണം അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഭാഗവതത്തിൽ വളരെ വിശദമായി തന്നെ ഇത് പറയുന്നുണ്ട്. ആ ജീവൻ എങ്ങനെയാണ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നത്. ആ ജീവൻ ഒരു ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നത് തന്നെ ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ്. ആ ദൈവപ്രേരിത കർമ്മം കൊണ്ട് തന്നെ ഏതൊക്കെ യോനികളിൽ എവിടെയൊക്കെ ഓരോ ജീവനും തങ്ങളുടെ കർമ്മപ്രാരബ്ധങ്ങൾക്കനുസരിച്ച് ജനിക്കണം എന്നുള്ളത്, ജനനം കൊള്ളണമെന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു പുരുഷൻ്റെ രേതസ്സിലൂടെ സ്ത്രീഗർഭത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ജീവൻ അത് ഒറ്റ രാത്രി കൊണ്ട് തന്നെ അതങ്ങനെ ശുക്ലമായും പിന്നീടത് 5-ാമത്തെ നാളത് ബുദ്ബുദമായിട്ടും പിന്നെയോ 10-ാമത്തെ ദിവസം അതൊരു ബദരീഫലത്തിൻ്റെ അത്രയുമുള്ള ഒരു വസ്തുവായിട്ടും മാറുന്നു. അങ്ങനെ അത് പിന്നീട് അണ്ടവും മാംസപിണ്ഡവും ഒക്കെയായി കഴിയുന്ന ആ ജീവൻ 1 മാസമായി കഴിഞ്ഞാൽ അതിന് ശിരസ്സുണ്ടാകും. ആ ശിരസ്സുണ്ടാകുന്ന രൂപത്തിന് 2-ാമത്തെ മാസത്തിൽ കൈയും കാലും അംഗങ്ങളൊക്കെയും ജനിക്കും. 3-ാമത്തെ മാസമാകുമ്പോഴാണ് അതിന് നഖങ്ങൾ, രോമം, അസ്ഥി, തോല്, ലിംഗദ്വാരം ഇവയൊക്കെ 3-ാമത്തെ മാസം അതിന് ആ മാംസത്തിനുണ്ടാകുന്നു. 4-ാമത്തെ മാസമാകുമ്പോൾ 7 ധാതുക്കളും, അതുപോലെ 5-ാമത്തെ മാസമാകുമ്പോഴേക്ക് പൈതാഹവും ഒക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നു ആ ജീവന്. 6-ാമത്തെ മാസമാകുമ്പോഴാണ് നമുക്കറിയാം കുഞ്ഞിനെ ചുറ്റിക്കൊണ്ട് അതിലൊരു തോല് ഉണ്ടാവും, അല്ലെ, ഒരു നേർത്ത പശ പോലെയുള്ള ഒരു തോലുണ്ടാവും. അതിനെ ജരായു എന്നാണ് പറയുന്നത്. ആ ജരായു ഉണ്ടാകുന്നത് 6-ാമത്തെ മാസമാണ്. ആ 6-ാമത്തെ മാസം മുതൽ ഇങ്ങനെ കുട്ടിക്ക് ദാഹവും വിശപ്പും ഒക്കെ വരുന്ന ആ ഒരു സമയത്ത് അമ്മ കഴിക്കുന്ന ആഹാരാദികൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു സമ്പുഷ്ടധാതുവായിട്ട് ആ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ മലമൂത്രങ്ങൾ നിറഞ്ഞ ഒരു നെടുനീർക്കുണ്ടിലാണ് ആ ജീവൻ കഴിയുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള ചെറിയ ചെറിയ കൃമികൾക്കും വിശപ്പും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ വിശക്കുന്ന കൃമികൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞിൻ്റെ ആ ഒരു നേർത്ത മേനിയിൽ അങ്ങനെ കടിക്കും. അപ്പോൾ അതിൻ്റെ വേദനയുണ്ട് ഈ കുഞ്ഞിന്. പിന്നെയോ എന്നാലോ ആ കുഞ്ഞിന് തൻ്റെ ചുറ്റിനും അങ്ങനെ ആ ഒരു ജരായു ഉള്ളത് കൊണ്ട് തന്നെ അതിന് സ്വാതന്ത്ര്യമായിട്ട് അതിനുള്ളിലൊന്ന് ചലിക്കാൻ കൂടി കഴിയില്ല. അതിൻ്റെ പൃഷ്ഠവും കഴുത്തുമൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഉദരഭാഗത്തോട് ഇങ്ങനെ വളച്ച്, ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കുഞ്ഞ് കിടക്കുന്നതിൽ ഒരു വട്ടം പോലെ ഒരു അണ്ഡാകൃതിയിലാണ് അത് കിടക്കുന്നത് ആ ജരായുവിനുള്ളിൽ. അങ്ങനെ അത് കിടക്കും. ഈ സമയത്ത് ഒരു 7 മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ കുഞ്ഞിന്, ഈ ജീവന് താൻ എന്തുകൊണ്ട് ഈ യോനിയിൽ വന്ന് ജനിച്ചുവെന്ന് അതിനിങ്ങനെ നമ്മളൊക്കെ ഒരു സിനിമ പോലെ, നമ്മൾ പറയില്ല ഫ്ലാഷ് ബാക്ക് പോലെ, തൻ്റെ പൂർവ്വജന്മാർജിതമായ കർമ്മപ്രാരബ്ധങ്ങളൊക്കെയും അതിനിങ്ങനെ കാണായി വരും. ഭഗവാൻ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ആ ജ്ഞാനം. എന്തിനു വേണ്ടിയാണ് ഈ ഗർഭപാത്രത്തിൽ വന്ന് പിറന്നത്, എന്താണ് ഇനിയും അനുഭവിച്ച് തീർക്കാനുള്ളത്, താൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെയൊക്കെ ഒരു ചിത്രം, ഒരു ബോധം അതിൻ്റെ ഉള്ളിൽ വരുന്നു. ആ സമയത്ത് ആ ജീവൻ 2 കൈകളും കൂപ്പിക്കൊണ്ട് അമ്മയുടെ ഗർഭത്തിൽ കിടന്ന് ആ പരമാത്മ ചൈതന്യത്തോട് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അവിടെ. കാരണം ആ ഭഗവാന്റെ മായ കൊണ്ട്, അല്ലെ, ത്രിഗുണങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ത്രിഗുണങ്ങളിൽ അടിസ്ഥാനമായിട്ടുള്ള കർമ്മനിബദ്ധമായ ഈ സംസാരസാഗരത്തിൽ വന്നു വീഴുന്ന ഓരോ ജീവനും അന്ധതയിലാണ് വന്നു വീഴുന്നത്. അങ്ങനെയുള്ള ആ അന്ധതയിൽ വീഴുന്ന ഓരോ ജീവനും, അല്ലയോ ഭഗവാനെ, അവിടുത്തെ അനുഗ്രഹമില്ലെങ്കിൽ ആത്മസ്വരൂപം അറിയാൻ എന്നും അസമർത്ഥമായി ഭവിക്കുന്നു. അതുകൊണ്ടല്ലയോ ഭഗവാനെ, ഈ ഗർഭപാത്രത്തിനുള്ളിലെ എൻ്റെ വാസം പോലും എനിക്കറിയാം യാതനകളും വേദനകളും നിറഞ്ഞതാണ്. പക്ഷേ ഇവിടെ എനിക്കിപ്പോൾ ഈ ഒരു ബോധമുണ്ട്, ഈ ഒരു ജ്ഞാനമുണ്ട്, എന്താണ് പരമമായ സത്യമെന്ന്. ഞാൻ ഭൂമിയിലേക്ക് വീണാൽ അങ്ങയുടെ മായയുടെ പ്രഭാവത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് എന്നെ അവിടേക്ക് തള്ളിവിടല്ലേ. അത് അന്ധത നിറഞ്ഞ, മായയാൽ മൂടപ്പെട്ട ഒരു കർമ്മമേഖലയാണ് അവിടം. എന്നെ അവിടേക്ക് തള്ളിവിടല്ലേ എന്ന് ആ ജീവൻ
ഭഗവാനോട് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആ ജീവൻ പറയുന്നുണ്ട്, ഈ ഭൂമിയിലേക്ക് എന്നെ വീഴ്ത്താതെ ഇരിക്കാൻ ഞാൻ എന്താണ് ഭഗവാനെ ചെയ്യേണ്ടത്, എന്നെ ഇങ്ങോട്ട് തള്ളിവിടല്ലേ എന്ന്. കാരണം ഈ വെളിയിലുള്ള ഈ ഒരു അജ്ഞാനാന്ധകാരത്തേക്കാൾ ഭേദമാണ് അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കിടന്നുകൊണ്ട് ചലിക്കാനാവാതെ ബന്ധിതനായി കിടക്കുകയാണ് ജരായുവിനാൽ. എന്നാലും ശരി, ഞാൻ ഇവിടെ കിടന്നിത് അനുഭവിച്ചോളാം, ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതും ഇതിനുള്ളിൽ വെച്ച് ഞാൻ അനുഭവിച്ചു തീർക്കാം, എന്നെ പുറത്തേക്ക് വിടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഘോര തമസ്സിൽ നിന്നും രക്ഷിക്കണമേ. ബാഹ്യമായ ഈ പ്രപഞ്ചമാകുന്ന ഘോര തമസ് അതിലേക്ക് തള്ളിവിടാതെ എന്നെ രക്ഷിക്കണമേ എന്ന് 2 കൈയും കൂപ്പി അപേക്ഷിക്കുന്ന ആ ജീവൻ. പക്ഷേ 10ാമത്തെ മാസം ആ സൂതികാവായുവിൻ്റെ ഒരു തള്ളലുകൊണ്ട് അത് തലകീഴായിട്ട് ഭൂമിയിൽ വന്ന് പതിക്കുന്നു. അങ്ങനെ തലകീഴായി ഭൂമിയിലേക്ക് പതിക്കുന്ന ആ നിമിഷം മുതൽ മായ, അജ്ഞാനത്തിൻ്റെ രൂപമെടുത്ത് ആ ജീവനെ അങ്ങനെ ചുഴന്നു നിൽക്കും. പിന്നീട് മായയുടെ പ്രഭാവത്തിൽപ്പെട്ട് വീണ്ടും ഈ ബാല്യത്തിൽ നമ്മൾ ഈ ശ്ലോകത്തിൽ പറയുന്ന പോലെ പലതരത്തിലുള്ള യാതനകളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട് ഓരോ കുട്ടിയും, അല്ലേ? ആ കുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാതെ, അതും ശിശുവായിരിക്കുമ്പോൾ എന്താണ് ആ കുട്ടിക്ക് വേണ്ടതെന്ന് അറിയുന്നില്ല. കുഞ്ഞ് കരയുമ്പോൾ ചിലപ്പോൾ അമ്മമാർ പാല് കൊടുക്കും, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് നടക്കും. എന്താണ് കുഞ്ഞിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം എന്ന് പറയാൻ അറിയാതെ ഒരു ശൈശവകാലം കടന്നു പോകുന്നു ഓരോ ജീവനും. അതിനുശേഷം ബാല്യത്തിലും ഇതേപോലെ യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ വീണ്ടും ആ ഒരു താരുണ്യത്തിലേക്ക് എത്തുമ്പോൾ, യുവാവായി മാറുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു യൗവനാവസ്ഥയിലേക്ക് എത്തുമ്പോൾ, ആ സമയത്ത് വീണ്ടും മായയുടെ പ്രഭാവം കൊണ്ട് ഈ ബാഹ്യ വിഷയങ്ങളിൽ പ്രലോഭിതനായിക്കൊണ്ട് അങ്ങനെ വീണ്ടും മോഹിതനായി വാഴുന്നു. വീണ്ടും തുടങ്ങുകയായി എന്താ? ഈ പറഞ്ഞ പോലെ സ്ത്രീരൂപമായിട്ടുള്ള ആ മഹാമായ അങ്ങനെ കൊഞ്ചിക്കൊഞ്ചി വന്നടുക്കുമ്പോൾ പുല്ലുകൊണ്ട് മൂടിയ ഒരു കിണറാണെന്ന് ജ്ഞാനികൾ തിരിച്ചറിയുമ്പോൾ ഈശ്വര വിചാരമില്ലാതെ ആ ഒരു തൻ്റേതായ അഭിമാനത്തിലും തൻ്റെ കഴിവിലുള്ള അമിതമായ വിശ്വാസത്തിലും കഴിയുന്ന ആ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി, ആ ഒരു തരുണാവസ്ഥയിലെത്തുന്ന ജീവൻ വീണ്ടും മോഹിതനായി ഈ അന്ധകൂപത്തിൽ തന്നെ അങ്ങനെ പെട്ടുഴർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഭഗവാന്റെ ജനന സമയത്ത് നമ്മൾ കണ്ടിരുന്നു, അല്ലേ? ഭഗവാൻ ജനിച്ചു വീഴുമ്പോൾ, നമ്മൾ ദശമസ്കന്ധത്തിലേക്കൊക്കെ ഭാഗവതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ഭഗവാൻ ജനിച്ചു വീഴുന്ന സമയത്ത് ഏതെല്ലാം ശക്തിയുള്ള അത്യുഗ്രമായ ശക്തിയോടുകൂടിയ ചങ്ങലകളാൽ ബന്ധിതരായിരുന്നു ആ ദേവകീദേവിയും വസുദേവരും. പക്ഷേ അതൊക്കെ താനേ അങ്ങനെ വിട്ടുപോയി. തന്നെയല്ല, അവിടെ അതിശക്തമായ കാവലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം കംസന് തൻ്റെ അന്തകനാണ് ഇനിയും വരാൻ പോകുന്നതെന്നുള്ള ഉറപ്പോടുകൂടി ആ അന്തകനെ ഒരിക്കലും തൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകാൻ അനുവദിക്കരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി സുശക്തമായ കാവലായിരുന്നു ആ തടവറയ്ക്ക് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷെ ആ കാവല് പോലും, അവരുടെ ആ ബന്ധനം പോലും, അതായത് ഭൂമിയിൽ ജനിച്ചു വീണ സൃഷ്ടിക്കപ്പെട്ട ഏതൊന്നിൻ്റെയും ശക്തമായ ബന്ധനം പോലും, ഏതൊന്നിനാൽ നിർമ്മിതമായ ബന്ധനം പോലും ഭഗവാനെ അവിടുത്തെ സംസർഗം കൊണ്ട് ആ വസുദേവർക്കും ദേവകീദേവിക്കും ബന്ധനമല്ലാതായി മാറി. എന്നാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം, ആ മായാഭഗവതിയെ എടുത്തുകൊണ്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ, മായാഭഗവതിയുമായി സംസർഗം വന്നു കഴിയുമ്പോൾ വീണ്ടും ബന്ധനങ്ങളൊക്കെ പഴയ പോലെ ബന്ധനങ്ങളാകുന്നു. തന്നെയല്ല, ഇതിനുള്ളിൽ, ആ കാരാഗ്രഹത്തിനുള്ളിൽ കയറുന്ന ഉടൻ തന്നെ മായാഭഗവതി ഉറക്കെ കരയുന്നുണ്ട്. എന്താ? തൻ്റെ വരവ് കംസനെ അറിയിക്കാനാണ്. പക്ഷെ ഒന്നുകൂടി ഇവിടെ നമുക്ക് പരോക്ഷമായി പറഞ്ഞു തരുന്നു, മായയുമായി സംസർഗത്തിൽ വരുമ്പോൾ ഇതുപോലെ നമ്മളും വിലപിക്കേണ്ടി വരുന്നു. നമ്മുടെയൊക്കെ ദുഃഖത്തിനും വിലാപങ്ങൾക്കും ഒക്കെ കാരണം ഈ മായയുമായിട്ടുള്ള, അജ്ഞാനവുമായിട്ടുള്ള സംസർഗമാണ്. അതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഭജഗോവിന്ദത്തിൽ
ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തരുന്നുണ്ടല്ലേ ഇതേപോലൊരു ശ്ലോകം. ബാലസ്താവത് ക്രീഡാസക്ത തരുണസ്താവത് തരുണീസക്ത വൃദ്ധസ്താവത് ചിന്താമഗ്ന പരമേ ബ്രഹ്മണി കോപിനലഗ്ന. ബാലനായിരിക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കളിയിലും അതിലും ഇതിലും ഒക്കെ തൽപരനായി പോകുന്നുണ്ട്. അവിടെയും ഈ ദുഃഖങ്ങളും യാതനകളും ഒക്കെ ഉണ്ടെങ്കിലും കുറേയൊക്കെ കളിയിലും മുഴുകിപ്പോകുന്നു. അതുപോലെ യുവാവായിരിക്കുമ്പോൾ നമ്മൾ യൗവനാവസ്ഥയിലെത്തുമ്പോൾ യുവതികളിൽ, ഇവിടെ യുവതി എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞു മായയ്ക്ക് ദേവി ഒരു സ്ത്രീഭാവമാണുള്ളത്. അതുകൊണ്ട് തന്നെ മോഹിപ്പിക്കുന്നതെല്ലാം ഈ തരുണികളാണ്, സ്ത്രീകളാണ്. സ്ത്രീ രൂപം പൂണ്ടെന്നല്ല, അതിനൊക്കെ ഒരു സ്ത്രൈണതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചുറ്റിനും നമ്മളെ മോഹിപ്പിക്കുന്ന വിഷയ ഗുണങ്ങളൊക്കെ തന്നെയും ഈ സ്ത്രൈണഭാവത്തോടുകൂടി നമ്മളെ മാടി വിളിക്കുമ്പോൾ അങ്ങനെ അതിൽപ്പെട്ട് ഉഴറുന്ന ഒരു ജീവൻ വീണ്ടും വൃദ്ധാവസ്ഥയിലെത്തുമ്പോൾ, വാർദ്ധക്യത്തിലെത്തുമ്പോൾ ചിന്താമഗ്നഃ ആലോചനയിൽ ആണ്ടവനായും കഴിയുന്നു. കാരണം താൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനം അവിടെ ഉണ്ടായി വരുന്നു. ആ വാർദ്ധക്യാവസ്ഥയിൽ താൻ നേരിടുന്ന ഓരോന്നും തൻ്റെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് തിരിച്ചറിയുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആലോചനയിൽ മുഴുകിക്കഴിയുന്നു. അങ്ങനെയുള്ള അവനാകട്ടെ പരമേ ബ്രഹ്മണി കോപിനലഗ്നഃ ആ പരമമായ ബ്രഹ്മത്തിൽ ഒരിക്കൽ പോലും ഈ ജീവിതയാത്രയിൽ അവൻ തൽപരനായി ഭവിക്കുന്നുമില്ല. ഇങ്ങനെ ഒക്കെയാണ് ഒരു ജീവൻ്റെ ഗതിയെങ്കിലും ഇവിടെ കപില ഭഗവാൻ അവസാനം അമ്മയോട് പറയുന്നുണ്ട്, അല്ലയോ മംഗളസ്വരൂപിണിയായ മാതാവേ, അവിടുന്ന് ഈ യോഗവൈരാഗ്യ സംയുക്തമായിട്ടുള്ള ആത്മജ്ഞാനത്തോടുകൂടി ഈ മായാലോകത്തിൽ ദേഹചിന്തയൊക്കെ വെടിഞ്ഞ് അവിടുന്ന് സഞ്ചരിച്ചാലും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അനുഗ്രഹമാണ്. ഈ ദേഹസംബന്ധമായ രാഗദ്വേഷാദികളിൽ നിന്നൊക്കെ മോചനം നേടി മനസ്സിനെ മോചിപ്പിച്ചുകൊണ്ട് ഈ തത്വത്തെയൊക്കെ ഞാനീ പറഞ്ഞു തന്ന ഇത്രയും തത്വങ്ങളെ ഉള്ളിൽ നന്നായി ഉറപ്പിച്ചുകൊണ്ട് രാജസഗതിയും താമസഗതിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനെയെല്ലാം ഈ തത്വങ്ങളെല്ലാം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഈശ്വരനിലേക്ക് മനസ്സിനെ തിരിച്ചുകൊണ്ട് അമ്മ ശാന്തമായി കഴിഞ്ഞാലും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനുഗ്രഹം ആ സാത്വിക തലത്തിലേക്ക് പരിപൂർണമായും ആ സാത്വിക ഗതിയിലേക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ പിടിച്ചു കയറ്റി അനുഗ്രഹിക്കുക ഭഗവാൻ. അതാണ് ഇവിടെ അവസാനം ചെയ്തു വെക്കുന്നത്. ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാം ഭാഗവതത്തിൽ. ഇനി നമുക്ക് ആ ഒരു ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ടെ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരപിബതമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദീ. ഇനിയും ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ആദ്യത്തെ ആ ഒരു പാദം യുവതി ജഠരഖിന്നോ ജാതബോധോപ്യകാണ്ടെ അതത്രയും ചേർത്ത് തന്നെ വായിക്കണം. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ള ജാതബോധോപ്യകാണ്ഡയാണ്. അതുകൊണ്ട് പ്യായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. ജാതബോധോപ്യകാണ്ഡേ. പിന്നെ അടുത്തത് പ്രസവഗളിതബോധ, അവിടെ ഒരു വിസർഗമുണ്ട്. പിന്നെ പീഡയോല്ലംഘ്യ ബാല്യം, ല, അവിടെ ഒരു ല കൂട്ടക്ഷരമാണ്. പിന്നെ പുനരാപി, രായ്ക്ക് അകാരം കൊടുക്കുക, ആപിയാണ്. മുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഹി, അവിടെ ന്യഗാദീഹി നമ്മൾ എല്ലാ ശ്ലോകത്തിലും പറയുന്നതാണ്, അതും ശ്രദ്ധിക്കുക. ഇനിയും ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം ഒന്ന് നോക്കാം. യുവതി ജഠരഖിന്നഃ അകാണ്ഡേ ജാതബോധ അപി പ്രസവഗളിതബോധ പീഡയാ ബാല്യം ഉല്ലംഘ്യ താരുണ്യകാലേ പുനഃ അപി മുഹ്യതി ഏവ ബദ ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഒന്നുകൂടി പറയാം. യുവതി ജഠരഖിന്നഃ അകാണ്ഡേ ജാതബോധ അപി പ്രസവഗളിതബോധ പീഡയാ ബാല്യം ഉല്ലംഘ്യ താരുണ്യകാലേ പുനഃ അപി
മുഹ്യതി ഏവ ബദ ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. എല്ലാ അർത്ഥകാമങ്ങൾക്ക് വേണ്ടി നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നിഷ്കാമമായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരുടെയും ഒക്കെ ഗതിയാണ് ഈ ഒരു 2 ശ്ലോകങ്ങളിലായിട്ട് ഇപ്പോൾ താമസഗതി നിരൂപണത്തിലും രാജസഗതി നിരൂപണത്തിലൂടെയും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു തരുന്നത്. എല്ലാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും അത് പാപമായിക്കോട്ടെ പുണ്യമായിക്കോട്ടെ, പാപങ്ങൾ കഴിയുന്നതും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ്, ആ മായയുടെ പിടിയിൽപ്പെട്ട് കഴിയുന്നവരാണ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും ഭഗവത് സമർപ്പണമായി സമർപ്പിച്ചുകൊണ്ട്, ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ഭഗവാനോട് തന്നെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന സർവ്വ അപരാധങ്ങൾക്കും മാപ്പപേക്ഷിച്ചുകൊണ്ട് സർവവും ഭഗവത് പ്രീതിക്കായി സമർപ്പിച്ചുകൊണ്ട് മുന്നേറുക. അത് നമ്മളെ ആ സാത്വികഗതിയിലേക്ക് കൊണ്ടെത്തിക്കും. അതിന് വേണ്ട മാർഗങ്ങളാണ് ഈ ഓരോരോ ശ്ലോകങ്ങളിലായിട്ടിപ്പോൾ ആ കപില ഭഗവാൻ നമുക്കായിക്കൊണ്ട്, അമ്മയോടെന്നോണം നമുക്കായിക്കൊണ്ട് പറഞ്ഞു തന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.